ഹായ് ഫ്രണ്ട്സ്, ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാർത്ഥന എങ്ങനെയാണ് ചൊല്ലുന്നതെന്നും എല്ലാ ദിവസവും എങ്ങനെ നമുക്ക് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാമെന്നും ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി പറയുന്നുണ്ട്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അതെ, പ്രാർത്ഥനയിലൂടെ നാം ദൈവവുമായുള്ള ഒരു അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥന മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത് നമ്മുടെ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ഉദ്ദേശ്യവും നൽകുകയും ചെയ്യും. നാം എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥന മനസ്സിനെ ശാന്തമാക്കുകയും ആശങ്കകളെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് മാനസിക സമ്മർദ്ദം, വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ ദൈവവുമായുള്ള ബന്ധം ശക്തമാക്കുകയും ആത്മീയമായി നമ്മൾ വളരുകയും ചെയ്യും. അതുമാത്രമല്ല, ജീവിതത്തിന് ഒരു ഉദ്ദേശവും അർത്ഥവും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല, പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തിയും ധൈര്യവും നമുക്ക് പ്രാർത്ഥനയിലൂടെയാണ് ലഭിക്കുന്നത്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള സഹായവും നമുക്ക് പ്രാർത്ഥനയിലൂടെ ലഭിക്കും. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് സ്നേഹം പകർന്നു കൊടുക്കാൻ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കും. എല്ലാ ദിവസവും നാം പ്രാർത്ഥിക്കുന്നതിന് ആദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഉറച്ച തീരുമാനം ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരിക്കണം. അത് ദിനം പ്രതി ആയിരിക്കണം. എല്ലാ ദിവസവും നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ശക്തിയിൽ ആദ്യം തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയുടെ ഫലം പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കണമെന്നില്ല, പക്ഷേ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ്. അതിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. പല രീതികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, ദൈവവുമായുള്ള ബന്ധം ശക്തമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ജീവിതത്തിലുള്ള നന്മകൾ തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ മാർഗനിർദ്ദേശം തേടാനും നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിനെ ശാന്തമാക്കാനും സമാധാനം കണ്ടെത്താനും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന പല രീതികളിലുണ്ട്. ഒന്ന്, നാം ഒറ്റയ്ക്കായി ദൈവത്തോട് മാത്രമായി പ്രാർത്ഥിക്കുന്ന രീതി. 2, കൂട്ടായ്മകളിലൂടെ പ്രാർത്ഥിക്കുന്ന രീതി. ഇതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതെ, ഇത്തരത്തിലുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലാൻ നാം എന്തു ചെയ്യണം? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥനയെ കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുന്ന ചില നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു നിശ്ചിത സമയം തിരഞ്ഞെടുക്കുക. ദിവസവും പ്രാർത്ഥിക്കാനായി ഒരു നിശ്ചിത സമയം തിരഞ്ഞെടുത്ത് ഉണർന്ന ഉടനെയോ ഉറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ നമുക്ക് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം. രണ്ടാമതായി, ഒരു ശാന്തമായ സ്ഥലം കണ്ടെത്തുക. പ്രാർത്ഥിക്കാൻ ഒരു ശാന്തവും തടസ്സമില്ലാത്തതുമായ ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താം. മൂന്നാമതായി, ഒരു പ്രാർത്ഥനാ പുസ്തകം ഉപയോഗിക്കുക. നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന പ്രാർത്ഥനകൾ അടങ്ങിയ ഒരു പുസ്തകം നമുക്ക് ഉപയോഗിക്കാം. നാലാമതായി, നമുക്ക് നമ്മുടെ സ്വന്തം വാക്കുകളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളിൽ സ്വതന്ത്രമായി നമുക്ക് പ്രാർത്ഥിക്കാം. അഞ്ചാമതായി, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആറാമതായി, നമുക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ അത് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. പിന്നെ മറ്റുള്ളവർക്കുമായി പ്രാർത്ഥിക്കാം. അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ദൈവത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു യാത്രയാണ്, ഒരു ലക്ഷ്യമല്ല. ദിവസം തോറും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കുകയും അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും വേണം. പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നാം ദൈവവുമായി സംസാരിക്കുക എന്നതാണ്. അതിനാൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് വളരാം.